പത്തനംതിട്ട അടൂരിൽ ആത്മഹത്യ ചെയ്ത യുവതിയോട് മതം മാറണമെന്ന് ആൺസുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നതായി പോലീസ് പറയുന്നു. മൊബൈൽ ഫോണിൽ ഷഹനയുടെ സ്വകാര്യ ചിത്രങ്ങൾ അരുൺകുമാർ പകർത്തി. സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയതായും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. വിവാഹം കഴിക്കണമെന്ന് അരുൺകുമാർ ആവശ്യപ്പെട്ടുവെങ്കിലും സ്വഭാവദൂഷ്യം മനസ്സിലാക്കി ഷഹന വിവാഹത്തെ എതിർത്തു. ഇതിന്റെ പേരിൽ അരുൺകുമാർ ഷഹനയെ മർദ്ദിച്ചതായും അന്വേഷണ സംഘം പറയുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകും. പ്രവീൺ, ഈ ഷഹനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് ഇയാൾ സുഹൃത്തായ അരുൺകുമാർ ആ വീട്ടിലുണ്ടായിരുന്നു. ഇവിടെയും ശരീരത്തിൽ രക്തക്കറ കണ്ടതാണ്. ഈ ഷഹന ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു. ഇയാൾ ആൺ സുഹൃത്തായിരുന്നു. അപ്പോൾ ഇയാൾ നിരന്തരമായി പലതരത്തിൽ ഈ ഷഹനയെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാരിൽ നിന്ന് പോലീസിൽ നമുക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ ആത്മഹത്യയുടെ കൃത്യമായ കാരണങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഷിഹാസ്, പത്തനംതിട്ട അടൂർ ഏഴംകുളം സ്വദേശിനി 29-കാരി ഷഹനയുടെ മരണത്തിന് ഉത്തരവാദി ആൺസുഹൃത്ത് പറക്കോട് സ്വദേശി 34-കാരൻ അരുൺകുമാറാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. കഴിഞ്ഞ തിങ്കളാഴ്ച അടൂർ കോട്ടമുകളിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഷഹനയെ കണ്ടെത്തിയത്. സംഭവ സമയം ആൺസുഹൃത്ത് അരുൺകുമാർ ഈ വീട്ടിലുണ്ടായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അരുൺകുമാറിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത അരുൺകുമാറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഷഹനയുടെ ശരീരത്തും അരുൺകുമാറിന്റെ വസ്ത്രങ്ങളിലും രക്തക്കറകൾ കണ്ടിരുന്നു. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്ന് സയന്റിഫിക് വിദഗ്ധർ, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എന്നിവരുടെ സഹായത്തോടെ തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്ന ഷഹനയുമായി അരുൺകുമാർ ബന്ധം പുലർത്തിയിരുന്നു. ഷഹനയുടെ സ്വകാര്യ വീഡിയോകളും ഫോട്ടോകളും മൊബൈൽ ഫോണിൽ അരുൺകുമാർ പകർത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. തന്നെ വിവാഹം കഴിക്കണമെന്നും മതം മാറണമെന്നും അരുൺകുമാർ ഷഹനയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. അരുൺകുമാറിന്റെ സ്വഭാവദൂഷ്യം മനസ്സിലാക്കിയ ഷഹന ഇതിനെ എതിർക്കുകയായിരുന്നു. വിവാഹത്തെ എതിർത്തതിനാൽ അരുൺകുമാർ ഷഹനയെ ഉപദ്രവിച്ചിരുന്നു. മൊബൈൽ ഫോണിൽ പകർത്തിയ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും അരുൺകുമാർ ഷഹനയെ ഭീഷണിപ്പെടുത്തി. തിങ്കളാഴ്ച വൈകിട്ട് ഇതേ ചൊല്ലി രണ്ടുപേരും തമ്മിൽ വഴക്ക് നടന്നു. തുടർന്നാണ് ഷഹനയെ വീട്ടിലെ സ്റ്റെയർകേസിൽ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് ആണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് കോടതിയിൽ അപേക്ഷ നൽകി ആത്മഹത്യാ പ്രേരണ കുറ്റമാക്കി മാറ്റുകയും അരുൺകുമാറിനെ പ്രതി ചേർക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതി അരുൺകുമാറിനെ റിമാൻഡ് ചെയ്തു. ഷിഹാസ്. ശരി പ്രവീൺ, അരുൺകുമാറിന്റെ നിരന്തരമായ പീഡനം, ഭീഷണി, മർദ്ദനം ഇവ സഹിക്കവയ്യാതെയാണ് ഷഹന ആത്മഹത്യ ചെയ്തിട്ടുള്ളത്.